നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കരിമണ്ണൂർ സബ് ട്രഷറി ഓഫീസിന് ഇനി മുതൽ പുതിയ കെട്ടിടം. ധനകാര്യമന്ത്രി KL ബാലഗോപാലൻ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനിലൂടെ നിർവഹിച്ചു. ഇടുക്കിയിലെ റോഡുകളുടെ നിലവാരം ഉയർന്ന കാലമാണ് എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കട്ടപ്പന നഗരസഭയിലെ 14, 15, 16 വാർഡുകളിൽ പൂർത്തിയായ റോഡുകളുടെ ഉദ്ഘാടനം പുളിയൻമലയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കിയുടെ സർക്കാർ കാണിക്കുന്നത് കടുത്ത അവഗണനയെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. ഇടുക്കിയിലെ പട്ടയ നടപടികൾ സംബന്ധിച്ചും സർക്കാരിന്റെ വീഴ്ചകൾ സംബന്ധിച്ചും മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുത്താൻകെട്ടിൽ മുടങ്ങിക്കിടന്ന പെരിയാറിലൂടെയുള്ള ബോട്ട് സവാരി പുനരാരംഭിച്ചു. ബോട്ടിംഗ് സർവീസിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി മാവോലിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ബിജു അധ്യക്ഷത വഹിച്ചു. വാർത്തകൾ വിശദമായി. കരിമണ്ണൂർ സബ് ട്രഷറി ഓഫീസിന് പുതിയ കെട്ടിടം. ധനകാര്യമന്ത്രി KN ബാലഗോപാലൻ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനിലൂടെ നിർവഹിച്ചു. ട്രഷറി വകുപ്പിനെ പരിഷ്കരിച്ച് ആധുനികവൽക്കരിക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കരിമണ്ണൂർ സബ് ട്രഷറി അങ്കണത്തിൽ നടന്ന യോഗത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ, കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. ട്രഷറി വകുപ്പിനെ പരിഷ്കരിച്ച് ആധുനികവൽക്കരിക്കാൻ സർക്കാരിന് കഴിഞ്ഞുവെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. കരിമണ്ണൂർ സബ് ട്രഷറിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനിലൂടെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ സേവനങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനും സാമ്പത്തിക ഇടപാടുകൾ കൃത്യതയോടെ നിർവഹിക്കുന്നതിനും ട്രഷറി വകുപ്പിന് സാധിച്ചിട്ടുണ്ട്. ട്രഷറി ഓഫീസുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ എന്നുള്ള വലിയ വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ പോലും കൃത്യമായി സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാണിക്കുന്ന സാമ്പത്തിക അവഗണനകൾ മറികടന്ന് വിവിധ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കിയെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ 4ാം ഘട്ടത്തിൽ 22 ട്രഷറികളുടെ നിർമ്മാണം ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിലെ 10 ട്രഷറിയാണ് ഇപ്പോൾ പൂർത്തീകരിച്ചത്. ഇനിയിപ്പോൾ ഇടുക്കിയിലെ ജില്ലാ ട്രഷറി അടുത്ത ദിവസങ്ങളിൽ തന്നെ പൂർത്തീകരിക്കണം. കാരണം ഇടുക്കി മൂലമറ്റത്ത് നിന്ന് ഇടുക്കിയിലേക്ക് ജില്ലാ ട്രഷറി ഇപ്പം മാറിയിട്ടുണ്ട്. അതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇനി പൂർത്തിയാക്കാനുണ്ട്. ചില ട്രഷറികളുടെ നിർമ്മാണം അതിവേഗം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രഷറികൾ വാസ്തവത്തിൽ സർക്കാരിൻ്റെ ധനകാര്യ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന സ്ഥാപനങ്ങളാണ്. അതുകൊണ്ടാണ് ട്രഷറി പൂട്ടുമോ എന്ന ആശങ്ക, ബാങ്ക് പൂട്ടുമോ എന്ന ആശങ്കയെക്കാളും അധികം നമ്മുടെ എല്ലാ നാട്ടിലുള്ളത്. കാരണം ട്രഷറി പൂട്ടിപ്പോയാൽ, ട്രഷറിയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ അവസാനിച്ചു പോയാൽ നാടാകെ ബാധിക്കും എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാവരെയും ബാധിക്കുന്ന, ഏത് ചെറിയ ഡിപ്പാർട്ട്മെൻറ്റിനെയും വ്യക്തികളെയും ബാധിക്കുന്ന, ക്ഷേമ പെൻഷൻ മേടിക്കുന്ന, മറ്റ് ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്ന സാധാരണക്കാരെ ഉൾപ്പെടെ എല്ലാവരെയും ബാധിക്കുന്നതാണ് ട്രഷറി പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ട്രഷറിയുടെ പ്രവർത്തനം കൂടുതൽ ചിട്ടപ്പെടുത്തി കൂടുതൽ സൗകര്യപ്രദമാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഗവൺമെൻറ് നയം. ഞാനിവിടെ പറഞ്ഞ പുതിയ ട്രഷറികളിൽ എല്ലായിടത്തും ഒരു പ്രത്യേക താല്പര്യം നമ്മൾ കാണിച്ചിട്ടുണ്ട്, അവിടുത്തെ സൗകര്യങ്ങളുടെ കാര്യത്തിൽ. ട്രഷറി ഒരു വലിയ സോഷ്യൽ ലിങ്കിങ് സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സ്ഥലം, അടിസ്ഥാന ടോയ്ലറ്റ് സൗകര്യം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വേണം. കരിമണ്ണൂർ സബ് ട്രഷറി അങ്കണത്തിൽ നടന്ന യോഗത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ, കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗൗരി സുകുമാരൻ, കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന സോജൻ, ട്രഷറി ഡെപ്യൂട്ടി ഡയറക്ടർ KP ബിജുമോൻ, ജില്ലാ ട്രഷറി ഓഫീസർ ബിബി മേരി മാത്യു, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ട്രഷറിയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച HLL കോൺട്രാക്ടർ ജെയ്സൺ തോമസിനെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കിയിലെ റോഡുകളുടെ നിലവാരം ഉയർന്ന കാലമാണിതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കട്ടപ്പന നഗരസഭയിലെ 14, 15, 16 വാർഡുകളിൽ പൂർത്തിയായ റോഡുകളുടെ ഉദ്ഘാടനം പുളിയൻമലയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കട്ടപ്പന നഗരസഭ വാർഡ് കൗൺസിലർ VR സജി അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ഇടുക്കിയിലെ റോഡുകളുടെ നിലവാരം ഉയർന്ന കാലമാണിതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കട്ടപ്പന നഗരസഭയിലെ 14, 15, 16 വാർഡുകളിൽ പൂർത്തിയായ റോഡുകളുടെ ഉദ്ഘാടനം പുളിയൻമലയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മലയോര ഹൈവേ യാഥാർത്ഥ്യമായതോടെ കട്ടപ്പനയിൽ നിന്ന് കുട്ടിക്കാനം വരെ എത്താനുള്ള സമയം അരമണിക്കൂറായി കുറഞ്ഞു. നിർമ്മാണത്തിന്റെ ബാക്കി കട്ടപ്പനയിൽ നിന്ന് പുളിയൻമല വരെയുള്ള ഭാഗത്തെ നിർമ്മാണത്തിനായി 46 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറത്ത് നാടിന്റെ വികസന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള നല്ല സങ്കല്പങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. മുനിസിപ്പൽ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ
പൗരസമിതി ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം സംഘടിപ്പിച്ചത് ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാട് വളരുകയാണ്, പ്രത്യക്ഷത്തിലുള്ള നേട്ടങ്ങൾ അനുഭവിക്കുകയാണ്. ദുരന്തങ്ങളെയും പ്രകൃതി നമുക്ക് നൽകിയ വിഭവങ്ങളെയും പലപ്പോഴും നമ്മൾ ചേർത്ത് പിടിക്കുകയും വിഷമവും സന്തോഷവും അനുഭവിക്കുകയും ചെയ്യുന്ന ഒട്ടേറെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയി. കട്ടപ്പന നഗരസഭ വാർഡ് കൗൺസിലർ VR സജി അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ ബിന്ദുലത രാജു, മഞ്ജു സുരേഷ്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ MC ബിജു, KS മോഹനൻ, VR ശശി, അഡ്വക്കേറ്റ് മനോജ് M തോമസ്, KA മണി, വ്യാപാരി വ്യവസായി അസോസിയേഷൻ പ്രതിനിധി മാത്യു കുട്ടി, വിവിധ സംഘടനാ പ്രതിനിധികളായ SL പാൽരാജ്, A രാജ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കിയോട് സർക്കാർ കാണിക്കുന്നത് കടുത്ത അവഗണനയെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. ഇടുക്കിയിലെ പട്ടയ നടപടികൾ സംബന്ധിച്ചും സർക്കാരിന്റെ വീഴ്ചകൾ സംബന്ധിച്ചും മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ കേസ് നടത്തിപ്പിലെ പരാജയത്തിൽ നിന്ന് മന്ത്രി റോഷി അഗസ്റ്റിന് ഒഴിഞ്ഞു മാറാനാകില്ലെന്നും സർക്കാർ അഭിഭാഷകർ കോടതി നടപടികളിൽ പോലും മറന്നു പോകുന്ന അവസ്ഥയാണുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി ഇടുക്കി ജില്ലയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ജലരേഖയായി മാറിയതും LDF സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചുവെന്നും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ആരോപിച്ചു. ഇടുക്കിയിലെ പട്ടയ നടപടികൾ സംബന്ധിച്ചും സർക്കാരിന്റെ വീഴ്ചകൾ സംബന്ധിച്ചും മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2024 മുതൽ കോടതി വിലക്കേർപ്പെടുത്തിയ പട്ടയ നടപടികൾ പുനഃസ്ഥാപിക്കാൻ സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തിയില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷമാണ് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ശ്രീ പിണറായി വിജയൻ ഓരോ തവണയും നമ്മുടെ ജില്ല സന്ദർശിച്ചിട്ടുള്ളത് മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന. കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കുറച്ച് ഈ ജില്ല സന്ദർശിച്ചിട്ടുള്ള ആള് ശ്രീ പിണറായി വിജയനാണ്. നമ്മുടെ ജില്ലയ്ക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ മാത്രം നൽകിക്കൊണ്ടാണ് അദ്ദേഹം കടന്നുപോയിട്ടുള്ളത്. ഞാൻ ഓർക്കുന്നു, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കട്ടപ്പനയിൽ വെച്ച് നടത്തിയ അദ്ദേഹത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രഖ്യാപനമായിരുന്നു ഇടുക്കി പാക്കേജ് 18,000 കോടി രൂപയിലേക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് നടത്തിയത്. തുടർന്ന് അധികാരം ലഭിച്ചാൽ 18,000 കോടി രൂപയാണ് ഇടുക്കി പാക്കേജിന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിനുശേഷം 5 കൊല്ലം കഴിഞ്ഞ് അതേ കട്ടപ്പനയിൽ 11-ാം തീയതി എത്തിച്ചേരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഈ പ്രഖ്യാപനങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ഒരു റാലിയിൽ പ്രസംഗത്തിൽ ഉൾപ്പെടെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് പ്രത്യേകമായി സൂചിപ്പിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പട്ടയ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കും എന്നുള്ളതായി. എന്നാൽ ഇന്നത്തെ ഏറ്റവും വലിയ വിവാദം ഇന്നലത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പട്ടയ നടപടികൾ മുടങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള വസ്തുത. 10 വർഷക്കാലം അദ്ദേഹം ഭരിച്ചു എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന മുഹൂർത്തമാണ്. ഈ പ്രശ്നം ഇന്നും ഇന്നലെ ഉണ്ടായതല്ല. 964 ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് പട്ടയ വിതരണം 2024 ജനുവരി മാസത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തടസ്സപ്പെടുത്തിയതാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയെ പട്ടയ നടപടികൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി സമീപിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയത്തിന് ശേഷമാണ്. 2024 ജനുവരി മുതൽ 2025 ഡിസംബർ മാസം വരെ പട്ടയ നടപടികൾ പുനഃസ്ഥാപിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നമ്മുടെ ജില്ലയിലെ പട്ടയം അവകാശികളായിട്ടുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഒരാൾക്ക് പട്ടയം ലഭിക്കട്ടെ എന്നുള്ളതാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാട്. ഞങ്ങൾ അതിനെ ഒന്നും തടസ്സപ്പെടുത്തുന്നില്ല. ഒരു ദിവസം മുൻപെങ്കിലും ആ പട്ടയ നടപടി പൂർത്തീകരിക്കണമെന്നുള്ളതാണ്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളുടെ പേരിൽ അർഹരായ ആളുകൾക്ക് പട്ടയം ലഭിക്കാതെ വരുന്നതിന്റെ ഉത്തരവാദിത്തം ഈ ഗവൺമെന്റ് ഏറ്റെടുത്തേ മതിയാവും. ഇവിടെ ഉണ്ടായ സംഗതി, ഹൈക്കോടതിയിൽ ഇന്നലെ കേസ് വീണ്ടും പരിഗണിച്ചപ്പോ ഈ വിതരണം ചെയ്ത പട്ടയങ്ങൾ നിയമസാധുതയുള്ളതാണ് എന്നും
ഹൈക്കോടതി തന്നെ പറഞ്ഞതനുസരിച്ച് 971 മുമ്പ് കൈവശാവകാശമുള്ള ആളുകൾക്കാണ് കൊടുത്തിട്ടുള്ളൂ എന്നും സർക്കാർ അഭിഭാഷകൻ പറയാൻ മറന്നുപോയി. ഇന്നലെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തിനാണ് ഈ സർക്കാർ അഭിഭാഷകര് കോടതിയിൽ പ്രവർത്തിക്കുന്നത്? അപ്പോ ആരോടെങ്കിലും ഒരാത്മാർത്ഥത ഉണ്ട് എങ്കിൽ ഇങ്ങനെയുള്ള പിഴവുകൾ ഇവർക്ക് സംഭവിക്കില്ല. ആകെ തുകയായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ അല്ലല്ലോ ഈ കൂട്ടിപ്പിടിച്ച് ഈ പണിയെല്ലാം ചെയ്യേണ്ടത്. 2024 ജനുവരി മാസത്തിൽ ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയ ഒരു സംഗതി പരിഹരിക്കാൻ 1.5 വർഷ സമയം ഇവരെവിടെയായിരുന്നു? കാശിക്ക് പോയതായിരുന്നു ഈ പറയപ്പെടുന്ന ആളുകളെല്ലാം. മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും എന്തെല്ലാം വീരവാദങ്ങളാണ്. 1.5 വർഷം കഴിഞ്ഞിട്ട് ഹൈക്കോടതിയെ സമീപിച്ച് അതിൽ നിന്നും റിലീഫ് വാങ്ങാൻ വേണ്ടി തട്ടിക്കൂട്ടി കുറെ ഏർപ്പാടുകൾ നടത്തി അവസാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വീണ്ടും വിമർശനം ഏറ്റുവാങ്ങി പാവപ്പെട്ടവൻ വഴിയാധാരമായി എന്നുള്ളതാണ് ഇതിന്റെ അവസ്ഥ. അപ്പൊ സർക്കാരിനുണ്ടായ വീഴ്ചയുടെ പേരിൽ ഇടുക്കിയിലെ മലയോര കർഷകർ വഴിയാധാരമായി. ഇതാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. ചീഫ് സെക്രട്ടറി കോടതിയിൽ ഹാജരായത് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ മാത്രമാണെന്നും MP കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ കേസ് നടത്തിപ്പിലെ പരാജയത്തിൽ നിന്ന് മന്ത്രി റോഷി അഗസ്റ്റിന് ഒഴിഞ്ഞു മാറാനാകില്ല. സർക്കാർ അഭിഭാഷകർ കോടതി നടപടികൾ പോലും മറന്നുപോകുന്ന അവസ്ഥയാണുള്ളത്. ഈ സർക്കാരിന്റെ കാലത്താണ് ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ വനം റിസർവ് പ്രഖ്യാപിക്കപ്പെട്ടത്. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീട് വെച്ച സ്ഥലം പോലും വനം റിസർവായി മാറുന്ന വിചിത്രമായ സാഹചര്യമാണ് നിലവിലുള്ളത്. കേരള ബാങ്കിന്റെ ജപ്തി നടപടികളിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ജപ്തി നടപടികൾക്ക് പിന്നിൽ ഭൂമി വിൽപ്പന പോലും നടക്കുന്നുണ്ടെന്നും ഗത്യന്തരമില്ലാതെ ജനങ്ങൾ ഉദ്യോഗസ്ഥരെ നേരിടുന്ന സാഹചര്യമുണ്ടായാൽ കുറ്റം പറയാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കട്ടപ്പനയിലെ ബൈപ്പാസ് റോഡുകളും BMC നിലവാരത്തിലേക്ക് മാറുകയാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കി കവല നേതാജി ബൈപ്പാസ് റോഡിലെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ കട്ടപ്പന നഗരസഭ കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ, വിവിധ കക്ഷി രാഷ്ട്രീയ പ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കട്ടപ്പനയിലെ ബൈപ്പാസ് റോഡുകളും BMBC നിലവാരത്തിലേക്ക് മാറുകയാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കി കവല നേതാജി ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കട്ടപ്പനയും സമീപ പ്രദേശങ്ങളും അതിവേഗം വികസിക്കുകയാണ്. ബൈപ്പാസ് റോഡുകൾ BMBC നിലവാരത്തിലേക്ക് ഉയരുന്നതോടെ ഗതാഗത കുരുക്കിന് വലിയ പരിഹാരമാകും. നേതാജി ബൈപ്പാസ് റോഡിനായി 1 കോടി രൂപയും വെള്ളയാംകുടി കക്കാട്ടുകട റോഡിനായി 6 കോടി രൂപയും വകയിരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. പ്രധാനപ്പെട്ട ഒരു വികസന കുതിപ്പിന്റെ പാതയാണ് ഈ കട്ടപ്പന നേതാജി ബൈപ്പാസ് റോഡ്. കട്ടപ്പനയിലെ തിരക്കുകൾ വർദ്ധിച്ചു വന്ന സമയത്ത് ഈ ബൈപ്പാസ് വളരെ അത്യാവശ്യമായി വന്നു എന്നുള്ളതും, ഒരുപക്ഷെ ഇതാണ് തിരക്കുകൾ കുറയ്ക്കാനായിട്ട് ആദ്യഘട്ടം മുതൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റോഡ്. എന്നാൽ ആ റോഡ് നവീകരിച്ച് നല്ലവണ്ണം കുറേ കൂടി ഭംഗിയാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് BMBC നിലവാരത്തിൽ ഈ റോഡ് ചെയ്യുന്നതിന് 1 കോടി രൂപ ഇപ്പോൾ നമ്മൾ അനുവദിച്ചിരിക്കുന്നു. 7 കോടി രൂപയാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ അനുവദിക്കപ്പെട്ടത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നവകേരള സദസ്സ് എന്നുള്ളത് കൊണ്ട് ഒരു നിയോജക മണ്ഡലത്തിനും പ്രത്യേകമായിട്ടുള്ള നേട്ടം ആർജിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും 7 കോടി രൂപ വീതം സർക്കാർ നൽകി എന്ന് പറഞ്ഞാൽ ഈ സദസ്സും അതിൻ്റെ ലക്ഷ്യവും എത്ര കൃത്യമായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചടങ്ങിൽ കട്ടപ്പന നഗരസഭാ കൗൺസിലർമാരായ സോണിയ ജെയ്ബി, ഷാജി കൂത്തോടി, KP സുമോദ്, VR സജി, CR മുരളി, TGM മാത്യു, അതുല്യ ഗോപേഷ്, റെജി ബിജു, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അനുമോൾ അഗസ്റ്റിൻ, വിവിധ കക്ഷി രാഷ്ട്രീയ പ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഭൂതത്താൻകെട്ടിൽ മുടങ്ങിക്കിടന്ന പെരിയാറിലൂടെയുള്ള ബോട്ട് സവാരി പുനരാരംഭിച്ചു. ബോട്ടിംഗ് സർവീസിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് KP ജോർജ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് ബോട്ട് സർവീസ്. ഭൂതത്താൻകെട്ടിൽ മുടങ്ങിക്കിടന്ന പെരിയാറിലൂടെയുള്ള ബോട്ട് സവാരി പുനരാരംഭിച്ചു. ഭൂതത്താൻകെട്ട് ഞായപ്പള്ളി വഴി കുട്ടമ്പുഴയ്ക്കും ഭൂതത്താൻകെട്ട് തട്ടേക്കാട് ഇഞ്ചത്തൊട്ടി വഴി നേരിമംഗലത്തേക്കുമാണ് യാത്ര. ചെറുതും വലുതുമായ 7 ബോട്ടുകളാണ് സർവീസ് നടത്തുന്നത്. 95 സീറ്റിന്റെ 1 ബോട്ടും 45 സീറ്റിന്റെ 1 ബോട്ടും 42 സീറ്റിന്റെ 1 ബോട്ടും 10 സീറ്റിന്റെ 4 ബോട്ടുകൾക്കുമാണ്
സർവീസ് നടത്തുന്നത്. കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഭൂതത്താൻകെട്ടിലും സമീപ പ്രദേശങ്ങളിലും എത്തുന്ന സഞ്ചാരികൾക്ക് ഏറ്റവും ആകർഷകമായ ഒന്നായിരുന്നു ഇവിടുത്തെ ബോട്ടിംഗ്. ഇറിഗേഷൻ ടൂറിസം പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നു. ടെൻഡർ നടപടികളും പൂർത്തീകരിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയിൽ കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഡിസംബർ 2ാം വാരത്തിൽ പുനരാരംഭിക്കേണ്ട ബോട്ടിംഗ് പുനരാരംഭിക്കുവാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നത്. സർക്കാർ തലത്തിൽ ആന്റണി ജോൺ MLA നടത്തിയ നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിച്ച് ബോട്ടിംഗ് ആരംഭിക്കുവാനുള്ള അനുകൂല സാഹചര്യമുണ്ടായിട്ടുള്ളത്. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് യാത്ര. ബോട്ടിംഗ് ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് KP ജോർജ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് റീന ജോഷി, ജില്ലാ പഞ്ചായത്ത് അംഗം ജോമി തെക്കേക്കര, കീരമ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് സി പുല്ലൻ, പിണ്ടിമന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത ഷാജി, കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ, ചേലാട് ബെസ് അനിയ പള്ളി വികാരി ഫാദർ വർഗീസ് പുതുമനക്കുടി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ്, പഞ്ചായത്ത് മെമ്പർമാർ, പെരിയാർ വാലി ഉദ്യോഗസ്ഥർ, ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ, സ്റ്റാഫ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ജലസേചന വകുപ്പ് നടപ്പാക്കുന്നത് കർഷക സൗഹൃദ പദ്ധതികളാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കാൽവരി മൗണ്ടിൽ KM മാണി കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ മൗണ്ട് വാലി മൈക്രോ ഇറിഗേഷൻ കർഷക സമിതി പ്രസിഡന്റ് ജോജോ ജോസഫ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. കാർഷിക മേഖല നാടിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാണെന്നും കർഷക സൗഹൃദമായ പദ്ധതികളാണ് ജലസേചന വകുപ്പ് നടപ്പിലാക്കുന്നതെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കാൽവരി മൗണ്ടിൽ KM മാണി കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജലസേചനത്തിനുള്ള സൗകര്യങ്ങൾ വർദ്ധിച്ചു വരികയും അത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നൽകുകയും ചെയ്താൽ നമ്മുടെ കൃഷിയിടങ്ങളെ കൂടുതൽ ഈടുള്ളതാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എക്കാലത്ത് ചെയ്യുന്ന പ്രവർത്തികൾ ജലസേചനത്തിനുള്ള സൗകര്യം കാർഷികമായ മേഖലകളിൽ കൊടുക്കുന്നതിനുള്ള സ്ഥിതി നല്ലവണ്ണം കൊണ്ടുവരാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കാർഷിക സൗഹൃദ വകുപ്പായിട്ടാണ് ഇറിഗേഷൻ വകുപ്പിനെ കണ്ടിട്ടുള്ളത്. കേരളത്തിൽ ആരംഭിച്ച മൈക്രോ ഇറിഗേഷൻ പദ്ധതികളിൽ ഏറ്റവും വലിയ പദ്ധതിയാണ് കാൽവരി മൗണ്ടിലേതെന്നും ആരോഗ്യം, വിദ്യാഭ്യാസം, ഗതാഗതം തുടങ്ങി വിവിധ മേഖലയിൽ സംസ്ഥാന സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ മൗണ്ട് വാലി മൈക്രോ ഇറിഗേഷൻ കർഷക സമിതി പ്രസിഡന്റ് ജോജോ ജോസഫ് അധ്യക്ഷത വഹിച്ചു. KIIDC ചീഫ് എഞ്ചിനീയർ പ്രകാശ് ഇടിക്കുള പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ വകുപ്പ് ജീവനക്കാർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാർഷിക മേഖലയ്ക്കും കായികക്ഷമത വർദ്ധിപ്പിക്കുന്ന പദ്ധതികൾക്കും മുൻഗണന നൽകിക്കൊണ്ട് കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി മാവോലി ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ബിജു അധ്യക്ഷത വഹിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ 2026-2027 സാമ്പത്തിക വർഷ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ബിജുവിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് ഷൈനി മാവോലിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. മറ്റ് കാർഷിക വികസന പരിപാടികൾക്ക് ജൈവ കൃഷി പ്രോത്സാഹനത്തിനുമായി 30 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. മൃഗസംരക്ഷണത്തിന് വേണ്ടിയിട്ട് 6 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. മൃഗസംരക്ഷണം, രോഗനിയന്ത്രണങ്ങൾക്കായി 6 ലക്ഷം രൂപ വകയിരുത്തി. ക്ഷീരവികസനം, തീറ്റപ്പുൽ കൃഷി 3 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഉൾനാടൻ മത്സ്യകൃഷിക്കായി 1,20,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. വ്യക്തിഗത ചെറുകിട ജലസേചനത്തിനായി 12,50,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. വിപണന പ്രോത്സാഹന പരിപാടികൾക്ക് വേണ്ടി 1,10,10,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. കുടുംബശ്രീ സംരംഭങ്ങൾക്ക് റിവോൾവിംഗ് ഫണ്ട് ഇനത്തിൽ 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പ്രൈമറി വിദ്യാഭ്യാസ മേഖലയ്ക്ക് 3 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയ്ക്ക് 2,50,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. സർവശിക്ഷാ അഭിയാൻ 3 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. യുവജനക്ഷേമത്തിനായി 1.5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം 6 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. കലാ, സംസ്കാരം, സ്പോർട്സ്, യുവജനക്ഷേമം, പ്രോത്സാഹന പരിപാടികൾക്കായി 1.5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്.
സ്പോർട്സ്, യുവജന ക്ഷേമം, പശ്ചാത്തല സൗകര്യത്തിനു വേണ്ടി 5 ലക്ഷം രൂപ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 33,19,10,653 രൂപ വരവും 33,65,38,000 രൂപ ചെലവും 33,72,653 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റിൽ കാർഷിക വികസന മേഖലയ്ക്കും കായികക്ഷമത വർദ്ധിപ്പിക്കുന്ന പദ്ധതികൾക്കും മുൻഗണന നൽകുന്നു. ആരോഗ്യ ശുചിത്വ മേഖലകൾക്കും സ്ത്രീ ശാക്തീകരണം, പാലിയേറ്റീവ് പരിചരണം, ടൂറിസം എന്നിവയ്ക്കും കൂടുതൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നാഗപ്പുഴ സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളെ ആദരിക്കുകയും കരാട്ടെ കളർ ബെൽറ്റ് ടെസ്റ്റ് നടത്തുകയും ചെയ്തു. യോഗം തൊടുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ PROയുമായ VA ബിജു യോഗം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ പോൾ നെടുമ്പുറത്ത്, പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജോൺ കടവൻ എന്നിവർ ചേർന്ന് ജനപ്രതിനിധികൾക്ക് ആദരവ് നൽകി. നാഗപ്പുഴ സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളെ ആദരിക്കുകയും കരാട്ടെ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് കളർ ബെൽറ്റ് ടെസ്റ്റ് നടത്തുകയും ചെയ്തു. തുടർന്ന് തായ്ക്കൊണ്ടോ ദേശീയ മത്സരത്തിൽ ജേതാക്കളായ കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു. ജനപ്രതിനിധികളെ സ്കൂൾ മാനേജർ റവറൻ ഫാദർ പോൾ നെടുമ്പുറത്തും പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജോൺ കടവനും ചേർന്നാണ് ആദരിച്ചത്. തൊടുപുഴ കരാട്ടെ സ്പോർട്സ് അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടർ ബേബി എബ്രഹാമിന്റെ ശിക്ഷണത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ വിവിധ സ്കൂളുകളിൽ നിന്നുമുള്ള 280 കുട്ടികൾ കളർ ബെൽറ്റ് ടെസ്റ്റിൽ പങ്കെടുത്തു. തൊടുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടറും PROയുമായ ബിജു VA യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളുടെ ദിവസമാണ്, നിങ്ങളുടെ സ്കൂള്. ഒരിക്കലും നമുക്ക് എത്ര വർഷം കഴിഞ്ഞാൽ നമ്മൾ ഈ സ്കൂൾ കാണുമ്പോൾ എൻ്റെ സ്കൂൾ എന്ന് പറയാനായിട്ട് സാധിക്കും. നിങ്ങൾ അധ്യാപകരെ സ്നേഹിക്കണം, മാതാപിതാക്കളെ സ്നേഹിക്കണം, അവരോടൊക്കെ നല്ല രീതിയിൽ ഇടപെടാൻ മാത്രമേ ഞങ്ങളുടെയൊക്കെ പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. ആയിരിക്കുന്ന അവസ്ഥയിൽ അച്ഛൻ പറഞ്ഞു, ആയിരിക്കുന്ന അവസ്ഥയിലുള്ള സന്തോഷമാണ് നമുക്കെല്ലാം ഉള്ളൂ. ലോകത്താരമായ യുദ്ധങ്ങൾ നടക്കുന്നു, വാർത്തകൾ നമ്മൾ കാണും. കുട്ടികളുടെ വലിയ കാര്യമായിട്ട് അറിയത്തില്ല, എങ്കിൽ പോലും മനസ്സിനെ അസ്വസ്ഥപ്പെടുന്ന വളരെ ദൂരത്തിലാണ് യുദ്ധം നടക്കുന്നതെങ്കിൽ പോലും നമ്മളെല്ലാം മനസ്സിന് അസ്വസ്ഥത ജനിപ്പിക്കുന്ന ഒന്നാണ് മനുഷ്യ ജീവന്റെ നഷ്ടം. പോലീസിനെ സംബന്ധിച്ചോളം സൂര്യന് താഴെയുള്ള എല്ലാ കാര്യങ്ങളിലും ഉടനെ ഇടപെടുന്ന ഒരു വിഭാഗമാണ്. ഗവൺമെന്റിന്റെ പോലീസിന്റെ ജോലി മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. മനുഷ്യന്റെ മാത്രമല്ല, ഏത് ജീവനാണോ ആ ജീവന് സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ആ പ്രാഥമികമായ ജോലിക്കിടയിൽ നമ്മുടെ ചെറിയ കിട്ടുന്ന സമയങ്ങൾ നിങ്ങളോട് ചെറിയ അറിവുകൾ പങ്കിടുവാനാണ് എനിക്ക് താല്പര്യം. നാഗപ്പുഴ സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ റവറൻ ഫാദർ പോൾ നെടുമ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. ആയവന പഞ്ചായത്ത് പ്രസിഡന്റ് ജീമോൻ പോൾ, കല്ലൂർക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെറീഷ് ജെ ഏഴാനിക്കാട്ട് എന്നിവർ ആശംസകൾ നേർന്നു. തായ്ക്കൊണ്ടോ ദേശീയ വിജയികളെ ചടങ്ങിൽ വെച്ച് സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജോൺ കടവനും വൈസ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ചാൾസ് കപ്പ്യാരുമലയിലും ചേർന്ന് ആദരിച്ചു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ വെള്ളാപ്പിള്ളിൽ, കലൂർക്കാട് പഞ്ചായത്ത് മെമ്പറായ റെജീന ജോബി, കുമാരമംഗലം പഞ്ചായത്ത് മെമ്പർമാരായ സജി ചെമ്പകശ്ശേരിൽ, വിമൽ ടോമി, ജിഷ ഷൈസൺ, മഞ്ഞളൂർ പഞ്ചായത്ത് അംഗം ഷമീർ കോണിക്കൽ, PTA പ്രസിഡന്റ് സിജോ ജോയ്, MPTA പ്രസിഡന്റ് ബോബി ബിജു എന്നിവർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജോൺ കടവൻ സ്വാഗതം ആശംസിക്കുകയും സ്റ്റാഫ് സെക്രട്ടറി കരിങ്കുന്നം പഞ്ചായത്ത് അംഗവുമായ സോണി സണ്ണി നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ചടങ്ങിൽ കുട്ടികൾക്കുള്ള കരാട്ടെ കളർ ബെൽറ്റ് ടെസ്റ്റുകൾ ചീഫ് ഇൻസ്ട്രക്ടർ ക്വാഷി ബേബി എബ്രഹാം കൈമാറി. ഇൻസ്ട്രക്ടർമാരായ ഡിക്സൺ ബേബി, യദു രാജു, ജിൽസ് ഫ്രാൻസിസ്, സാജൻ ജോസഫ്, പ്രിൻസ് നാഗപ്പുഴ, ഷൈജു ജോസഫ്, റിൻഡു സെബാസ്റ്റ്യൻ, ബിനീഷ് രാജാക്കാട്, സീനത്ത് നിവാസ്, സിബി കൊട്ടാരം, സന്ധ്യ സജീവ്, അജിത്ത്, ജോൾസ്ന ജോൺസൺ, സാംസൺ ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി.
ബ്യൂറോ, തൊടുപുഴ. മൂലമറ്റം സെയിന്റ് ജോർജ് യു.പി. സ്കൂളിന്റെ വാർഷിക ആഘോഷം നടന്നു. സിവിൽ ജഡ്ജ് സീനിയർ ഡിവിഷൻ NGCG ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ സക്രിയ വാഴേപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സബ് ഇൻസ്പെക്ടർ PS ജയേന്ദ്രൻ ജേതാക്കളെ ആദരിച്ചു. നിരവധി വ്യക്തികൾ യോഗത്തിൽ പങ്കെടുത്തു. മൂലമറ്റം സെന്റ് ജോർജ് യു.പി. സ്കൂളിന്റെ 76ാമത് വാർഷികം ആഘോഷിച്ചു. സിവിൽ ജഡ്ജി സീനിയർ ഡിവിഷൻ CGNN ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ സക്കറിയ വാഴേപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സബ് ഇൻസ്പെക്ടർ PS ജയേന്ദ്രൻ നേതാക്കളെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മാത്യു സെബാസ്റ്റ്യൻ, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഗ്രേസ് SH, റോജി ഫ്രാൻസിസ്, റോയി J കലറങ്ങാട്ട്, ഫ്രാൻസിസ് കരിമ്പാനി, സിനി സോളമൻ, മഞ്ജു സെബാസ്റ്റ്യൻ, ജെയ്സൺ മൈലക്കൽ, എയ്ഡൻ ജസ്റ്റിൻ, ജിയ ട്രീസ മനോജ് എന്നിവർ പ്രസംഗിച്ചു. KG വിഭാഗം വാർഷികം ഫൊറോന വികാരി ഫാദർ ജോർജ് ചൊളനാൽ ഉദ്ഘാടനം ചെയ്തു. SH ജനറലേറ്റ് എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ ആൻസി പോൾ അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ ട്രീസ SH, ദീപ്തി പാപ്പച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. പാമ്പാടുംപാറ ബ്ലോക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുണ്ടിയെരുമ SNDP ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്നേഹനിലാവ് പാലിയേറ്റീവ് കുടുംബ സംഗമം നടന്നു. പാമ്പാടുംപാറ പഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അനിൽകുമാർ BC അധ്യക്ഷത വഹിച്ചു. പാമ്പാടുംപാറ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M. മിലി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പാമ്പാടുംപാറ ബ്ലോക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മുണ്ടിയെരുമ SNDP ഓഡിറ്റോറിയത്തിൽ സ്നേഹനിലാവ് പാലിയേറ്റീവ് കുടുംബ സംഗമം നടന്നു. സാന്ത്വന പരിചരണ വിഭാഗത്തിലെ രോഗികളുടെയും കുടുംബാംഗങ്ങളുടെയും ശാരീരിക മാനസിക ഉല്ലാസം പങ്കുവയ്ക്കാനായി പാമ്പാടുംപാറ പഞ്ചായത്ത്, സന്നദ്ധ സംഘടനകൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുടുംബസംഗമം പാമ്പാടുംപാറ പഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും ഈ പരിപാടിയെ ഏറ്റവും മികവുറ്റതാക്കി തീർക്കുന്നത് നമ്മുടെ പാലിയേറ്റീവ് നേഴ്സുമാരാണ്. അതുപോലെ നമ്മുടെ പ്രവർത്തകരായി എത്തിച്ചേർന്നിട്ടുള്ള പാലിയേറ്റീവിന്റെ അംഗങ്ങളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. വർഷത്തില് ഒരു തവണ ഇങ്ങനെ ഒന്നിച്ചു കൂടുമ്പോൾ എല്ലാവരെയും പരസ്പരം കാണാനും അവരോടൊന്ന് സംസാരിക്കാനും നമ്മുടെ കഴിവുകളെ പ്രദർശിപ്പിക്കാനും. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BC അനിൽകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പാമ്പാടുംപാറ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M. മിലി, ബിജു ഉടുമ്പൻചോല, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണപിള്ള, വികസനകാര്യ ചെയർപേഴ്സൺ ആയിഷ ആയൂബ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമ്മ രാജൻ, പാമ്പാടുംപാറ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഖിൽ, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അപർണ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുചിത്ര, CDS ചെയർപേഴ്സൺ മോളമ്മ സുരേന്ദ്രൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ തമന്ന ഭായ്, വിനോദ് തോമസ്, ശ്രീറാം മണിവിലാസം, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. CMI സന്യാസ സമൂഹത്തിന്റെ കോട്ടയം സെയിന്റ് ജോസഫ് പ്രവശ്യ അംഗമായ ഫാദർ അലോഷ്യസ് പുതിയ പറമ്പിൽ CMI നിര്യാതനായി. 88 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് പൂമറ്റം സെന്റ് ആന്റണീസ് പള്ളിയിൽ. മൂലമറ്റം സെയിന്റ് ജോസഫ് കോളേജ് ഉൾപ്പെടെ വിവിധ കോളേജുകളിൽ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ദീർഘകാലം അജപാലന ശുശ്രൂഷയും നിർവഹിച്ചിട്ടുണ്ട്.
മനുഷ്യരുടെ ഹൃദയങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ ആശ്രമം. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഇടനാഴികളിൽ അലോഷ്യസ് അച്ഛന്റെ കാലച്ചുകൾക്ക് കാരുണ്യത്തിന്റെ താളമായിരുന്നു. 1/4 നൂറ്റാണ്ടിലേറെക്കാലം അവിടെ വേദനിക്കുന്നവർക്കിടയിൽ അദ്ദേഹം ഒരു സാന്ത്വനമായി നടന്നു. അതൊരിക്കലും ഒരു ഔദ്യോഗിക ഡ്യൂട്ടിയായിരുന്നില്ല, മറിച്ച് ഉള്ളിൽ നിന്നൊഴുകിയ സ്നേഹമായിരുന്നു, നിർമ്മലമായ കരുണയായിരുന്നു. ഓരോ രോഗികൾക്കരികിലും അദ്ദേഹം ചെന്നു, അവരുടെ കൂടെയിരുന്നു, അവരെ ആശ്വസിപ്പിച്ചു. ആ നിർമ്മലമായ സ്നേഹം കണ്ട് പലരും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹത്തിന്റെ കൈകളിൽ പണമേൽപ്പിച്ചു. ആ പണം അത്രയും പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ അച്ഛൻ മാറ്റിവെച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിനും കോട്ടയം നിവാസികൾക്കും അദ്ദേഹത്തെ മറക്കാനാകില്ല. ആ പുണ്യപാദങ്ങൾ കോട്ടയത്തിന്റെ മണ്ണിനെയും മനുഷ്യഹൃദയങ്ങളെയും വിമലീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ ഒരു വിശുദ്ധൻ എന്ന് വിളിച്ചത്. അദ്ദേഹം മനുഷ്യർക്കിടയിലെ ജീവിക്കുന്ന ഒരു വിശുദ്ധനായിരുന്നു. തന്റെ ആയുസ് മുഴുവൻ മനുഷ്യർക്കിടയിൽ ചെലവഴിച്ച ഒരാൾക്ക് ഇതിലും മനോഹരമായി എങ്ങനെയാണ് വിട വാങ്ങാനാവുക? പ്രാർത്ഥനയുടെ ശാന്തതയിൽ അപ്പന്റെ നെഞ്ചോട് ചേർന്ന് അദ്ദേഹം ഇറങ്ങി. സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന ഒരു ഹൃദയം ഇവിടെ നിശ്ചലമാകുന്നു. പക്ഷേ ആ സ്നേഹം എക്കാലവും മനുഷ്യർക്കിടയിൽ ജീവിക്കും. നെടുകുന്നം പുതിയപറമ്പിൽ പരേതരായ വർഗീസ് ഏലി ദമ്പതികളുടെ മകനായിരുന്നു ജനനം. മാന്നാനം KE കോളേജ് വൈസ് പ്രിൻസിപ്പൽ, മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ, മാന്നാനം പോപ്പ് ജോൺ ഹോസ്റ്റൽ വാർഡൻ, മേരി ഇമാക്കുലേറ്റ് സെമിനാരി റെക്ടർ, ആശ്രമ ദേവാലയ വികാരി, സൺഡേ സ്കൂൾ ഡയറക്ടർ, കോട്ടയം പ്രവിശ്യയുടെ വിദ്യാഭ്യാസ കൗൺസിലർ, കാപ്പാട് ദർശനാഭവൻ നൊവിഷ്യേറ്റ് റെക്ടർ, പാല സെന്റ് വിൻസെന്റ് ആശ്രമം പ്രിയോർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കോട്ടയം സെന്റ് ലൂക്ക് ചാപ്പലിന്റെ ചാപ്ലിനായി പ്രവർത്തിക്കുന്നതോടൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ ദീർഘകാലം അജപാലന ശുശ്രൂഷയും നിർവഹിച്ചു. ഭൗതിക ശരീരം വെള്ളിയാഴ്ച രാവിലെ 9-ന് പൂമറ്റം സെന്റ് ആന്റണീസ് പള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് പൂമറ്റം സെന്റ് ആന്റണീസ് പള്ളിയിൽ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോപ്രാംകുടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. തോപ്രാംകുടി ടൗണിൽ സംഘടിപ്പിച്ച യോഗം CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് എം വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് ബേബി കാഞ്ഞിരത്താങ്കുന്നേൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് A. രാജ MLA ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളെയും ഭൂപ്രശ്നങ്ങളിൽ സർക്കാർ നടത്തിയ ഇടപെടലുകളെയും സംബന്ധിച്ച് വിശദീകരിക്കുവാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോപ്രാംകുടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ വിശദീകരണ യോഗം നടത്തിയത്. CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു. നിയമപരമായി പട്ടയം കൊടുക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സങ്കുചിതമായ രാഷ്ട്രീയം വെച്ച് ഈ നിലപാട് സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ VD സതീശന്റെ വാക്ക് കേട്ട് അവിടെ പോയിരുന്ന് ഹിയാർ വിളിക്കുന്നത് നിങ്ങളോട് മാത്രമേ ഇപ്പോഴത്തെ അതുകൊണ്ട് ഇവിടെ കുടിക്കോളാൻ പറഞ്ഞു. ആ നിലപാട് സ്വീകരിച്ചത് നമുക്കെന്താ ഇവിടെ അറിയിക്കട്ടെ. കപ്പ നട്ടിട്ട് കാര്യമില്ല, കപ്പയല്ല കിപ്പ അല്ലേ, കിപ്പയെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, കിപ്പയെ കൊണ്ടുവന്നിട്ട് കാര്യം എന്തേ പരിഹാരമുള്ളൂ. ഞാൻ അന്ന് തോപ്രാംകുടിക്കാരോട് പറഞ്ഞില്ലേ, കോടതിയിൽ എത്തിച്ചാൽ ഈ പ്രശ്നം അവസാനിക്കുന്നതല്ല, കോടതിയിലേക്കല്ല പോകേണ്ടത്, നിയമം ഉണ്ടാക്കേണ്ടതാണ്. ആ നിയമം ഉണ്ടാക്കാനുള്ള നിലപാട് സ്വീകരിച്ച് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി പ്രിയപ്പെട്ടവരെ ഒരാഴ്ചക്കാലത്തിനുള്ളിൽ ഞങ്ങൾ അഭിമാനത്തോട് പറയുന്നു, 12-ാം തീയതി മുഖ്യമന്ത്രി 12-ാം തീയതി ഞങ്ങൾ തോറ്റു തുന്നമ്പാടി, 13-ാം തീയതി രാവിലെ തിരുവനന്തപുരത്ത് എന്ത് സോക്കേടാണെന്ന് നോക്കിയോടെ, 13-ാം തീയതി തോറ്റൻ്റെ പിറ്റേ പോവാ, 13-ാം തീയതി രാവിലെ തിരുവനന്തപുരത്ത് ഞങ്ങൾ 3 പേരുടെ 13-ാം തീയതി ബോധ്യപ്പെടുത്തി 3 ദിവസം കാലം കൊണ്ടെത്തി. 17-ാം തീയതി എത്തിയപ്പോൾ ഇടുക്കി ജില്ലയിലെ കൃഷിക്കാർക്ക് തോപ്രാംകുടിയിലെ ഔപ്പർതല മേലേച്ചിനാറില് അവശേഷിക്കുന്ന മാവടിയില് മഞ്ഞപ്പെട്ടിയില് എല്ലാ പ്രദേശത്തും പട്ടയം കൊടുക്കാൻ ആവശ്യമായ നിലപാട് കൊടുത്തുകൊണ്ട് ഉത്തരവിറക്കിയ ജനകീയമായ നിലപാട് സ്വീകരിച്ച ഒരു ഗവൺമെന്റിന്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കേരള കോൺഗ്രസ് എം വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് ബേബി കാഞ്ഞിരത്താംകുന്നേൽ അധ്യക്ഷത വഹിച്ചു. ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ, കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ, CPI ജില്ലാ കമ്മിറ്റി അംഗം PT ബേബി, KTUC ജില്ലാ പ്രസിഡന്റ് ജോർജ് അമ്പഴം, തങ്കമണി സഹകരണ ആശുപത്രി പ്രസിഡന്റ് KU ബിനു, പ്രദീപ് കാർത്തിക, അപ്പച്ചൻ പേഴത്തുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിമണ്ണൂർ സബ് ട്രഷറി ഓഫീസിന് ഇനി മുതൽ പുതിയ കെട്ടിടം. ധനകാര്യമന്ത്രി KL ബാലഗോപാലൻ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനിലൂടെ നിർവഹിച്ചു. ഇടുക്കിയിലെ റോഡുകളുടെ നിലവാരം ഉയർന്ന കാലമാണ് എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കട്ടപ്പന നഗരസഭയിലെ 14, 15, 16 വാർഡുകളിൽ പൂർത്തിയായ റോഡുകളുടെ ഉദ്ഘാടനം പുളിയൻമലയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഇടുക്കിയുടെ സർക്കാർ കാണിക്കുന്നത് കടുത്ത അവഗണനയെന്ന അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഇടുക്കിയിലെ പട്ടയ നടപടികൾ സംബന്ധിച്ചും സർക്കാരിന്റെ വീഴ്ചകൾ സംബന്ധിച്ചും മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുത്താൻകെട്ടിൽ മുടങ്ങിക്കിടന്ന പെരിയാറിലൂടെയുള്ള ബോട്ട് സവാരി പുനരാരംഭിച്ചു. ബോട്ടിംഗ് സർവീസിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. കമാഷി ഗ്രാമപഞ്ചായത്തിലെ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി മാവോലിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ബിജു അധ്യക്ഷത വഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.